നമസ്കരിക്കുന്നു. ഇന്നിവിടേക്ക് പുറപ്പെട്ടപ്പോൾ എൻ്റെ കുട്ടികളെയും കൂടെ കൂട്ടി, സഹധർമ്മിണിയും കൂടെ കൂട്ടി. ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്നത് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാനാണ്. സജ്ജനങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവാക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടേക്ക് വരാൻ എന്നെ ക്ഷണിച്ചതും ഭഗവാന്റെ ഒരു നിർദ്ദേശം പോലെയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ശ്രീമന്നാരായണീയത്തിന് ഒരു ഉപാസന ഗ്രന്ഥമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഗുരുവായൂരപ്പനിൽ അർപ്പിക്കാൻ നോക്കുകയാണ്. അദ്ദേഹത്തിനെ എനിക്കിഷ്ടമാണ്, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് എനിക്കിഷ്ടമാണ്. 100 ദശകമാണ് ശ്രീമന്നാരായണീയത്തിലുള്ളത്. ഭഗവാന്റെ അവതാര കാലത്ത് 125 വർഷം ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ഭട്ടതിരിപ്പാടിന്റെ കാലമായപ്പോഴത്തേക്കും അത് 100 വയസ്സായി കുറഞ്ഞിരിക്കാനാണ് സാധ്യത. അപ്പം അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ 100 ദശകത്തിന്റെ സിംബോളിക് മീനിങ് ഒരു പുരുഷായുസ്സിൽ ഈശ്വര ദർശനം ഉണ്ടാവണം എന്നാണ് നാരായണീയം നിർദ്ദേശിക്കുന്നത്. നിഷ്കളങ്കരായിട്ട് സന്തരാനന്ദാവബോധത്തോടു കൂടിയിട്ടുള്ള ജന്മം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് അഗ്രേ പശ്യാമിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതായ ആത്മീയ പുരോഗതിയുടെ, ആത്മീയമായിട്ടുള്ളതായ പരിവർത്തനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ശ്രീമന്നാരായണീയം. അതും വേദവ്യാസന്റെ അവതാരമായിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് അത് ചെയ്തത്. അപ്പോൾ ജീവിത അവസാനത്തിൽ നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരണം എന്നതാണ് നാരായണീയം നിർദ്ദേശിക്കുന്നത്. ഭഗവത് കഥകളും നാമങ്ങളൊക്കെ ആയിട്ട് അതാണ് തുടങ്ങുന്നത്. അപ്പം നാരായണീയത്തെ ഞാൻ ഒരു ഉപാസന ഗ്രന്ഥമായി എടുക്കാതെ കാരണം എൻ്റെ ഉള്ളിലുണ്ട് ഒരു സങ്കല്പം. അതായത് എന്തെങ്കിലും ഈ ജന്മത്തിലാവോ അടുത്ത ജന്മത്തിലാവോ അറിയില്ല, ഭഗവത് ദർശനം ഉണ്ടാവണം എന്നുള്ളതായൊരു സങ്കല്പമുണ്ട് എനിക്ക്. അത് ഗുരുവായൂരപ്പൻ ആദ്യം തരുന്നു എനിക്കറിയാം. എപ്പോഴാണെന്ന് അദ്ദേഹം നിശ്ചയിക്കും എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇന്നിവിടെ വരുമ്പോൾ ഭാരതത്തിലെ ആത്മീയ മുത്തശ്ശിയായിട്ടാണ് ഞാൻ ഈ അമ്മയെ കാണുന്നത്. നമുക്ക് മുത്തശ്ശിമാരുണ്ടായിരുന്നു, പറയും നമ്മുടെ ഇന്നത്തെ മുത്തശ്ശി അമ്മാത്ത മുത്തശ്ശി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആത്മീയമായി കൈപിടിച്ച് ഒരു ജനതയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഒരു ജന്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ ദൗത്യമാണ്. വാസ്തവത്തിൽ ഞാൻ രാമകൃഷ്ണ പരമേശ്വരന്റെ സഹധർമ്മിണിയായിരിക്കുന്ന ശാരദാദേവി അമ്മയാവുകയാണ് ഇപ്പോൾ ശരിക്കും. എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ ഒരു മാറ്റം വരുത്താൻ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത് എപ്പോഴാണോ നമ്മുടെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നത് അപ്പോഴാണ്, പുരുഷന്മാരല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏത് ആത്മീയ സംരംഭവും ജയിക്കും. കാരണം അവർക്കറിയാം നമ്മുടെ സന്താനങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവര് വൈദ്യുതി പോകുന്നതൊക്കെ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ ഇനിയുള്ള കാലം പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ആ അമ്മയെ കാണുമ്പോൾ ആത്മീയ ലോകത്തിലെ ഒരു മുത്തശ്ശിയെ കണ്ട് വണങ്ങി 2 പൂവിട്ട് ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ കുടുംബസഹിതം ഇന്നിവിടേക്ക് വന്നത്. നമ്മൾക്ക് തൊഴാനും പൂവിടാനും നമസ്കരിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അത് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. മനസ്സുകൊണ്ട് ആ അമ്മ എന്തിനു വേണ്ടിയിട്ടാണോ തൻ്റെ ജീവിതം അർപ്പിച്ചത് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നല്ല പരിവർത്തനങ്ങൾ വരുത്താൻ ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട്. അതാണ് വേണ്ടത്. വാസ്തവത്തിൽ ഈ തൊഴിലും നമസ്കരിക്കലൊക്കെ വളരെ നമുക്ക് ഫിസിക്കലി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ നമസ്കരിക്കലും കൂടലൊക്കെ ഒരു ചടങ്ങ് പോലെ ചെയ്തു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, നമസ്കരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറയാറുണ്ട്, ഒരു ദിവസത്തിൽ 2 മണിക്കൂർ ധ്യാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ധന്യത നിശ്ചയിക്കുന്നത് ആ 2 മണിക്കൂറല്ല, ബാക്കി 22 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോകുന്നതാണ്. ആ 2 മണിക്കൂറത്തെ പ്രശ്നമില്ല. ഈ 2 മണിക്കൂർ ഞാൻ 1 മണിക്കൂർ ധ്യാനിക്കാറുണ്ട്, 2 മണിക്കൂർ ധ്യാനിക്കാറുണ്ട്, ആയിക്കോളും. ധന്യതയ്ക്ക് ധ്യാനം ആവശ്യമാണ്. പക്ഷേ ബാക്കി 22 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോകും, അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ കാണിച്ചു തരുന്നത്. 41 ദിവസം വ്രതെടുത്ത് ശബരിമല പോണതല്ല പ്രശ്നം, അത് കഴിഞ്ഞിട്ട് അയ്യപ്പനെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം. ശരിയല്ലേ എന്ന് ആലോചിച്ചു. ഇപ്പൊ ഗുരുവായൂർ തിരക്ക് കൂട്ടുന്നു, ശബരിമല തിരക്ക് കൂട്ടുന്നു, തിരുപ്പതി തിരക്ക് കൂട്ടുന്നു. ഇത്രയും ആൾക്കാരിൽ ഒരു മാറ്റം വന്നിരുന്നു വെച്ചാൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ എത്രയോ മാറ്റം സംഭവിച്ചേ ഉണ്ടായിട്ടില്ല. അത് അവിടെ പോയി തിരക്ക് കൂട്ടുന്നതല്ലാതെ കണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ വേണ്ടത്ര ആത്മീയ മാറ്റം വരുത്താൻ
ആരും ശ്രമിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ആശ്രമത്തിലൊരു ക്യാമ്പ് നടന്നത്. കുട്ടികൾക്ക് ലഹരിക്ക് എതിരായിട്ടുള്ളതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുറെ കാര്യങ്ങൾ. നമ്മൾ ഓരോരുത്തരും സ്വന്തം സന്താനങ്ങളെ ആദ്യം ശ്രദ്ധിക്കുക, സ്വന്തം കുടുംബത്തിനെ ശ്രദ്ധിക്കുക. ആദ്യ ക്ഷേത്രം വ്യക്തിയാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിന്റെ വിധീയത. രണ്ടാമത്തെ ക്ഷേത്രം കുടുംബമാണ്. മൂന്നാമത്തെ ക്ഷേത്രം ഗ്രാമക്ഷേത്രമാണ്. നാലാമത്തെ ക്ഷേത്രം ഈ പ്രപഞ്ചം തന്നെയാണ്. ഞാൻ പറയാറുണ്ട്, വൃന്ദാവനം എന്നുള്ളതായ സങ്കല്പം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വൃന്ദാവനം തന്നെയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഈശ്വരൻ വസിക്കുന്നത് പുറത്തല്ല, നമ്മുടെ അകത്താണ്. ഈ അകത്തിരിക്കുന്ന ഭഗവാന്റെ ആ പ്രകാശവും ശക്തിയും കൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നതും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതുകൊണ്ട് ആ അമ്മയുടെ ജീവിതത്തിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, നമുക്ക് എങ്ങനെ ലോകത്തെ സേവിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നന്മയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അതിനെന്താ വഴി? ഭാഗവത ധർമ്മം തന്നെ നമ്മൾ ഏറ്റെടുക്കുക. കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഏത് ജോലിയായാലും, വീട്ടിലെ ജോലിയായാലും ഓഫീസിലെ ജോലിയായാലും പാത്രം കഴുകലായാലും തുണി കഴുകലായാലും അടുക്കള പണിയായാലും എല്ലാ പണിയും ചെയ്തേ പറ്റും. ഉപാസനയ്ക്ക് വേറെ സമയം നോക്കരുത്. അതായത് സാധന ഒരു പ്രവൃത്തിയല്ല, എല്ലാ പ്രവൃത്തിയും സാധനയാക്കി മാറ്റിയെടുക്കുന്ന ആളാണ് സാധകൻ. അല്ലാതെ എനിക്ക് തൊഴാൻ പോകണം, എന്റെ പണിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പണിയും ചെയ്യില്ല, ഇത് ജപിച്ചുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ പോയ സമയത്ത് അവിടെ 2-3 കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ രാമായണം വായിക്കും, ഈ ഭാഗവതം വായിക്കും, ഗീത വായിക്കും, ഞങ്ങൾക്ക് വേണ്ട പോലെ ഭക്ഷണം ഉണ്ടാക്കി തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മോട് നിങ്ങളൊന്നുമല്ല വായിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ട സേവ ചെയ്തോളൂ, അത് തന്നെയാണ് നിങ്ങളുടെ സാധന. രാമകൃഷ്ണ പരമേശ്വരൻ്റെ അടുത്ത് ഒരു അമ്മ പറഞ്ഞു, ഒരു മുത്തശ്ശി പറഞ്ഞു, മക്കളുടെ കുട്ടികളെ നോക്കിയിട്ട് സമയം പോകും, എനിക്ക് നാമം ജപിക്കാൻ സമയമില്ല, എനിക്ക് ഈശ്വരൻ വിചാരിക്കാൻ സമയമില്ല. അപ്പൊ പരമേശ്വരൻ എന്താ പറയുന്നത്? ആ കുട്ടി ശ്രീകൃഷ്ണനാണെന്ന് വിചാരിച്ചുകൊണ്ട് സേവിച്ചോളൂ, അത് തന്നെയാണ് നിങ്ങളുടെ സാധന. ഇങ്ങനെയുള്ളതായ സങ്കല്പങ്ങളെ കൂടി ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം തന്നെ ഒരു തപസ്സായിട്ട് മാറും. അതാണ് വേണ്ടത് ശരിക്കും. അത് നമ്മൾ ഓരോരുത്തർ ചെയ്യാറുണ്ടോ എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇവിടെ 2 മണിക്കൂർ ചെലവാക്കിയത് കൊണ്ട് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. നാരായണിയോ ഭാഗവതോ കക്ഷത്തിൽ വെച്ച് നടന്നുകൊണ്ട് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. അതാണ് ഒരിക്കൽ സ്വാമി ചെന്നിയാനിയോട് പറഞ്ഞു, ഐ നോ ഭഗവത്ഗീത ബൈ ഹാർട്ട്. അപ്പൊ സ്വാമിജി പറഞ്ഞു, നോ യൂസ്, ഗീത ഷുഡ് ഗോ ത്രൂ യുവർ ഹാർട്ട്, നോട്ട് ബൈ ഹാർട്ട്. ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിനെ സ്വയം പഠിക്കൂ. നമ്മളെല്ലാവരും മറ്റവരെ പഠിക്കാൻ നല്ല സാമർത്ഥ്യമുള്ളവരാ, തന്നെ പഠിക്കാറില്ലേ. അപ്പൊ അതുകൊണ്ട് സെൽഫ് സ്റ്റഡി, സെൽഫ് അനാലിസിസ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ആയുസ് തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പടലിപ്പാടായാലും അവസാനം പറഞ്ഞത് രോഗം മാറ്റണം, അതായത് രോഗം മാറ്റാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്താ കാരണം വെച്ചാൽ 100ാം ദശകത്തില് 4 അനുഗ്രഹമാണ് കൊടുത്തത്. 1 ദർശനം, 2 യോഗസിദ്ധി, 3 സ്വരൂപജ്ഞാനം, 4 ആയുരാരോഗ്യ സൗഖ്യം. ഈ 4 കാര്യങ്ങളാണ് 100ാം ദശകത്തിൽ കൂടിയിട്ട് ഭഗവാൻ ആർക്ക് കൊടുത്തത്. ഈ 4 നമുക്ക് ആവശ്യം അല്ലേ? ഈശ്വരദർശനം, സ്വരൂപജ്ഞാനം, യോഗസിദ്ധി, കഴിച്ചുകൊണ്ടുള്ളതായ ആയുസ്സും ആരോഗ്യവും മനസ്സമാധാനവും. ഇന്ന് ഈ മനസ്സമാധാനം ഇല്ലാത്തതിന്റെ കുഴപ്പങ്ങൾ ധാരാളം കാണാറുണ്ട്. ജപിക്കുന്നുണ്ട്, തപിക്കുന്നുണ്ട്, അബദ്ധം പോകുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, ഗീത വായിക്കുന്നുണ്ട്, മനസ്സമാധാനം നമ്മൾ അവനെ. എന്താ കാരണം വെച്ചാൽ അർപ്പണ പദത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണം എല്ലാവരും, ഞാനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ കിടക്കുന്നു ഈ ഞാൻ? അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, ഈ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക ആദ്യം, then every problem will be solved. ഇത് തന്നെയല്ലേ ബ്രഹ്മകുമാരീസിന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ്. ഇത് തന്നെയല്ലേ, നിങ്ങൾ തിരിച്ചറിയൂ, ആരാന്നറിയൂ. അപ്പൊ ആ അമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇത് തീരുമാനിക്കുക, ഞാൻ കണ്ടുപിടിക്കും ഞാൻ ആരാണെന്നും ഞാൻ എന്തിനവിടെ വന്നതെന്നും. ഞാൻ ഒരു തരത്തിലും ചീത്ത വഴിക്ക് പോകില്ല, അധർമ്മത്തിൽ പ്രവേശിക്കില്ല. എന്നാൽ കഴിയുന്ന സേവ ചെയ്തുകൊണ്ട്, അതിപ്പോ പല ആൾക്കാരും പറയാറുണ്ട്, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ വിശ്രമ ജീവിതമാണെന്ന് പറയുക. മിക്കവാറും വിശ്രമ ജീവിതത്തിലാണ് ആൾക്കാർക്ക് ആത്മീയ ഗ്രന്ഥങ്ങളോട് താല്പര്യം വരിക. അതുപോലെ ഓടി നടന്നിരുന്നു. അപ്പൊ വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ചെയറിൽ മരന്ന് കിടന്നുകൊണ്ട് ചായയും കാപ്പിയും കുടിച്ച് മൊബൈലിൽ നോക്കി ടി വി നോക്കിയിരിക്കുന്നതല്ല. വിശേഷപ്പെട്ടതായി ശ്രമം ചെയ്യുന്നതിന്റെ പേരാണ് വിശ്രമം.
വിശേഷപ്പെട്ട ശ്രമം എന്താണ്? ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ളതായ പ്രയത്നം ചെയ്യണം. ഒരു 60 വയസ്സ് കഴിഞ്ഞാലെങ്കിലും, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞിരിക്കണോ. എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ എല്ലാ ബ്രഹ്മകുമാരി സഹോദരിമാർക്കും എൻ്റെ പ്രത്യേക പ്രണാമം. കാരണം അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനൊക്കെ കാരണക്കാരൻ ശ്രീ ഗുരുവായൂരപ്പനാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളോട് ഓരോരുത്തരും ഓരോ വാക്ക് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കാണ്. ഒരു വേഷം കെട്ടുമില്ല അതിൽ. അതുകൊണ്ട് നിങ്ങളെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ സനാതനധർമ്മത്തിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. കൂടുതലൊന്നുമില്ല. ഹരിശരണം. ഹരിയോം.